Hello everyone, welcome back to Learn and More. Appo, today we are going to discuss about class 7 science, the chapter first towards a hundredfold yield. Okay, in the last class we have discussed about it. Last class നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? What we have discussed എന്താണ് ടുവേർഡ്സ് എ ഹൺഡ്രഡ് ഫോൾഡ് ഈൽഡിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഓക്കെ, എങ്ങനെയാണ് ഒരു പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സീഡ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഒരു ട്രീയിൽ നിന്ന് എങ്ങനത്തെ സീഡാണ് സെലക്ട് ചെയ്യുന്നത്, അത് എങ്ങനെയുള്ള എന്താണ് ട്രീയിൽ നിന്ന് എങ്ങനത്തെ ഫ്രൂട്ട്സ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ആ സീഡ് എങ്ങനെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി എ ഡെഫിനറ്റ് ഷേപ്പ്, നോർമൽ സൈസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ്, ഇതൊക്കെ പഠിച്ചു. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ ടുഡേ. Okay. Are a new plant only formed from seed? Observe the picture given below. From which part of this plant do saplings form? Okay, so plants only formed only from the seed. Plants seedil ninnu മാത്രമാണോ ഉണ്ടാകുന്നത്? അല്ല അല്ലേ? We know by the cutting of stem, by the root അല്ലേ? അറിയാം അല്ലേ? Okay, so here the 4 pictures are given below. കറി ലീഫ് പ്ലാന്റ്, ജിഞ്ചർ പ്ലാന്റ്, ബ്രയോഫിലം, പെപ്പർ പ്ലാന്റ്, 4 പിക്ചേഴ്സ് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ലീഫ് പ്ലാന്റ് എങ്ങനെയാണ് കറി ലീഫ് പ്ലാന്റ് ചെയ്യുന്നത്? സീഡാണോ? ബൈ റൂട്ട് അല്ലേ? ജിഞ്ചർ പ്ലാന്റ് അണ്ടർഗ്രൗണ്ട് റൂട്ട്. ബ്രയോഫിലം ബൈ ലീഫിൽ നിന്ന്. നമുക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും, ലീഫിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ്, അതിൻ്റെ സൈഡിൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് അല്ലേ? അത് നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ ന്യൂ പ്ലാന്റ്. പെപ്പർ പ്ലാന്റ് എങ്ങനെയാണ്? ഓക്കെ, സോ haven't you understood the new plants are formed parts like root, stem, underground stem and leaves? അണ്ടർഗ്രൗണ്ട് സ്റ്റമ്മും റൂട്ടും ലീഫും ഇതൊക്കെയുണ്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ? ബട്ട് എല്ലാ പ്ലാന്റ്സും അല്ല, ചില പ്ലാന്റ്സ് ഒക്കെ, നോട്ട് ഓൾ പ്ലാന്റ്സ്. സാപ്ലിങ്സ് ക്യാൻ ബി ഫോംഡ് നോട്ട് ഓൺലി ഫ്രം സീഡ് ബട്ട് ഓൾസോ ഫ്രം ദീസ് പാർട്ട്. ഹെൻസ് ദിസ് പാർട്ട് ഓൾസോ എ പ്ലാന്റിംഗ് മെറ്റീരിയൽ. അപ്പോൾ സ്റ്റം, റൂട്ട്, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റം, ഈ ഒരു പാർട്സിന് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? The process of production of new saplings from the vegetative part of the plant like root, stem, leaf and underground stem is called vegetative propagation. Okay, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ plant parts like root, stem, leaf and underground stem for the production of new saplings ന് യൂസ് ചെയ്യുന്ന ഈ ഒരു പാർട്സിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സീഡ്സ് ആർ ഫോംഡ് ത്രൂ ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ് ടു. ഓക്കെ, so find out the example for plant which reproduce through vegetative propagation and sexual reproduction. Write them in a science diary. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെയും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുക്കണം. നോക്കാം. റൂട്ട്, ബൈ റൂട്ടിൽ വളരുന്ന പ്ലാന്റ്സ് ഏതാണ്? ഓക്കെ, കറി ലീഫ് പ്ലാന്റ് അല്ലേ? ദെൻ സ്റ്റെം, ബാക്കിയുള്ളത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. സ്റ്റം വെച്ചിട്ട് എന്താണ്? മുരിങ്ങ. ഓക്കെ, മുരിങ്ങ. പിന്നെ എന്താണ്? റോസ് പ്ലാന്റ് അല്ലേ? പിന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് വളരുന്ന മോസ്റ്റ് ഓഫ് ദ ചെടികളൊക്കെ നമ്മൾക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ട് വീണ്ടും പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ലീഫ്, ബ്രയോഫിലം. പിന്നെന്താണ്? പിന്നൊന്നുണ്ട് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കൂടിയുണ്ട്. ഓക്കെ, ദെൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഡയോസ്കോറിയ. പിന്നെന്താണ്? ജിഞ്ചർ. ഓക്കെ, പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സീഡ്, മുരിങ്ങ ഇവിടെ സ്റ്റെമ്മിലുണ്ട് സീഡിലുണ്ട് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കാം, മുരിങ്ങ എന്ന് പറയുന്ന പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും സാധിക്കും, സീഡിങ്ങിലൂടെയും സാധിക്കും. പിന്നെന്താണ്? ഗുവാവ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ്. ബാക്കിയുള്ളത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇൻ മുരിങ്ങ യങ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ് ആൻഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം കട്ടിങ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുരിങ്ങയിൽ എന്താണ്?
പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് ബൈ ദ സീഡ് കട്ടിങ്, സീഡിലും ഉണ്ടാവും, പിന്നെന്താണ് സ്റ്റം കട്ടിങ്ങിലൂടെയും പുതിയ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. Can you find more example of plant which can reproduce both through sexual and vegetative propagation? അപ്പോൾ ഇതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും എന്താണ് ബൈ സീഡിലൂടെയും ഉണ്ടാവുന്ന ഒരു കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഷീമക്കൊന്ന ഇറ്റ്സ് ഗിവൺ. പിന്നെ എന്തൊക്കെയാണ്? സ്വീറ്റ് പൊട്ടാറ്റോ. ഓക്കെ, യു ക്യാൻ റൈറ്റ് ഹിയർ സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെന്താണ്? റാസ്ബെറി പ്ലാന്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ്. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി ഫോർ സീഡ് കൾട്ടിവേഷൻ. കെയർ ഷുഡ് ബി ടേക്കൺ ടു ദോസ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം പ്ലാന്റ്സ് ആർ സുപ്പീരിയർ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താണ് ഗുഡ് ക്വാളിറ്റി അല്ലേ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് സെലക്ട് ചെയ്താൽ നമുക്ക് അതേ ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ അല്ലേ. പിന്നെ എന്താണ് ലിസൺ ടു. അപ്പോൾ ഇവിടെ 2 കുട്ടികളുടെ കൺവേഴ്സേഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഗുവാവ ട്രീ ഉണ്ട്, അതെല്ലാം നിറയെ ഗുവാവ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കുട്ടി ചോദിക്കുകയാണ്, വാവ് ദ ഗുവാവ ഈസ് ബിഗ്, ഇറ്റ് ഈസ് റിപ്പ് ഓൾസോ, ക്യാൻ ഐ ഹാവ് ഇറ്റ് സ്റ്റം കട്ടിങ് ഫോർ പ്ലാന്റിങ്. ചോദിക്കുകയാണ്, ഗുവാവ നല്ല ബിഗ് ആണല്ലോ, ഇത് പഴുത്തതുമാണ്, എനിക്ക് ഇതിൻ്റെ സ്റ്റം തരുമോ കട്ട് ചെയ്തിട്ട് പ്ലാന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മറ്റേ കുട്ടി പറയാണ്, ഷുവർ ഐ വിൽ ഗിവ് യു ബോത്ത് ദ സ്റ്റം കട്ടിങ് ആൻഡ് ഫ്രൂട്ട്. എന്താണ് സ്റ്റമ്മും തരാം ഫ്രൂട്ടും തരാം. കാരണം ഗുവാവ ഓൾസോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും ആവും സീഡ് ജെർമിനേഷനിലൂടെയും ആവും. ഓക്കെ, പക്ഷേ ഈ കുട്ടി ചോദിക്കുകയാണ്, ബട്ട് സ്റ്റെം ഓഫ് ഗുവാവ പ്ലാന്റ് സ്പ്രൗട്ട്, അത് സ്പ്രൗട്ട് ആവുമോ, അത് റൂട്ട് വന്നിട്ട് അത് ശരിയാവുമോ? വോണ്ട് ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഫോർ ദ സീഡ് ടു ഗ്രോ ഇൻ ടു എ ട്രീ. പക്ഷേ അങ്ങനെ ആയാൽ തന്നെ അത് കുറേ വർഷങ്ങളെടുക്കില്ലേ അതിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവാനായിട്ട് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് സാപ്ലിംഗ് ദറ്റ് ഹാവ് ഓൾ ക്വാളിറ്റീസ് ഓഫ് ദിസ് ഗുവാവ പ്ലാന്റ് ആൻഡ് ക്യാൻ ബിയർ ഫ്രൂട്ട് ഇൻ എ ഷോർട്ട് സ്പാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഗുവാവ പ്ലാന്റിൽ നിറയെ ഗുവാവാസ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തം ഗുവാവാസും എന്താണ് ക്വാളിറ്റി, ഈ ഗുവാവാസ് പ്ലാന്റിൻ്റെ ഗുവാവാസ് ക്വാളിറ്റിയുള്ള തന്നെ ഒരു ക്വാളിറ്റിയുള്ള ഇതിൻ്റെ സാപ്ലിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് നോക്കാം. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട് ആൻഡ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടാകുന്നത് പോളിനേഷനിലാണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഡു ദ പ്ലാന്റ്സ് ദോസ് ഫോംഡ് പ്രോസസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് മദർ പ്ലാന്റ്. What if new plant formed from stem cutting won't have the same quality of mother one? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഒരു പ്ലാന്റ് ചെയ്താൽ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ തന്നെ ക്വാളിറ്റീസ് ഉണ്ടാവുമോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നോക്കാം. സ്റ്റെം കട്ടിങ് ഓഫ് ഷൂ ഫ്ലവർ, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ സ്പ്രൗട്ട് ഈസിലി. ഓക്കെ, അപ്പോൾ സ്റ്റെം കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന ഷൂ ഫ്ലവറും ടാപ്പിയോക്ക സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഗുവാവ ടു സ്പ്രൗട്ട് ഫോർ എ സ്റ്റെം കട്ടിങ്. പക്ഷേ ഗുവാവ അങ്ങനെ എന്താണ് സ്റ്റം കട്ടിങ്ങിലൂടെ പെട്ടെന്നൊന്നും ഉണ്ടാവത്തില്ല. വാട്ട് ഇഫ് യു ക്യാൻ ഗ്രോ ഇറ്റ് റൂട്ട് ഫ്രം ദ സ്റ്റം, ഇറ്റ് ക്യാൻ ബി ഡൺ. വോണ്ട് ദ ഗുവാവ പ്ലാന്റ് ഗ്രോ ദ ബിയർ ഫ്രൂട്ട് മച്ച് ഏർലിയർ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗുവാവ ഡയറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ആക്കിയാൽ കുറേ അത് ചിലപ്പോൾ പ്ലാന്റിങ് ആവാൻ എന്താണ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സെയിം ക്വാളിറ്റിയുള്ള ഗുവാവ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് അതിന് കുറേ ടെക്നിക്കലുണ്ട്. ഓക്കെ, നമ്മൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുണ്ട്. ലെയറിങ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്കുണ്ട്. അതാണ് ഇവിടെ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലെയറിങ് എന്ന് വെച്ചാൽ സീഡിങ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് പാർട്ടല്ലാത്ത കുറേ മെത്തേഡിൽ പുതിയ പ്ലാന്റ്സിനെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ഗ്രോ ന്യൂ പ്ലാന്റ്സ് ബൈ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡ്ഡിങ്. കുറേ ടെക്നിക്സ് ഉണ്ട്. അത് ഫസ്റ്റ് വണ്ണാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്, ലെയറിങ്. ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗുവാവ, സപ്പോട്ട, ജാവ ആപ്പിൾ എന്ന് വെച്ചാൽ
ചാമ്പ അല്ലേ, ചാമ്പക്ക അറിയില്ലേ. ആൽമണ്ട് ആൻഡ് ഫിഗ് റോട്ടിംഗ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ്. ഒരു മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ദിസ് സ്റ്റെം വിൽ റോട്ട് ക്യാൻ ബി കട്ട് ആൻഡ് പ്ലാന്റഡ്. അപ്പോൾ അവിടെ ആ റൂട്ട് വരുന്ന സമയത്ത് നമ്മൾക്കതിനെ കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. ലെറ്റ് ഫെമിലിയർ വിത്ത് ദി സ്റ്റേജസ് ഓഫ് ലെയറിംഗ് ഓഫ് ഗുവാവ പ്ലാന്റ്. ഓക്കെ, അപ്പം നമുക്കിത് എന്താണ് ഈ ഒരു ലെയറിംഗ് എന്ന് പറയുന്ന സംഭവം, ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ എന്നൊക്കെ നമുക്ക് നോക്കാം. സ്റ്റേജ് 1. Select a pencil-sized stem of a mother plant. It is better to select it from the main stem. ഓക്കെ, അപ്പം നമ്മൾക്ക് നേരത്തെ കണ്ട ഗുവാവ പ്ലാന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ സ്റ്റെം ഒന്ന് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു ചെറിയതാണ് കേട്ടോ, ഒരു പെൻസിൽ സൈസ്ഡ്, ഇവിടെ പിക്ചറിൽ കാണാം. ഇവിടെ ഒരു ചെറിയൊരു കട്ട് പോലെ ഉണ്ടല്ലേ, അതിന് മുകളിലത്തെ ആ ഒരു പോർഷൻസാണ് നമ്മൾ മെയിൻ സ്റ്റെമ്മിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു മദർ പ്ലാന്റിൻ്റെ it is better to select from the main stem. Make a cut of 2 to 3 cm in a circular shape of the bark in between two nodes of the stem. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ എന്താണ് മദർ പ്ലാന്റിൻ്റെ ബാർക്കിൽ ഒരു സർക്കുലാർ ഷേപ്പ് ആക്കിയിട്ട് എന്താണ് 2 നോഡ്സ് ഉണ്ടാവുന്നില്ലേ, അവിടെയാണ് ഇതൊന്ന് ഫിക്സ് ചെയ്യേണ്ടത്. Next, apply a slightly wet mixture of coco peat soil and cow dung powder to this area. Wrap this area with a polythene bag, water if required. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പിക്ചറിൽ കാണാം. ഓക്കെ, അത് ഫിക്സ് ചെയ്തു. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ കൈ കൊണ്ട് എന്താണ് കോക്കോപ്പിറ്റ് എന്ന് വെച്ചാൽ ചകിരിച്ചോറില്ലേ, അത് സോയിൽ കൗഡങ്ങൊക്കെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെക്കണം, കെട്ടി വെക്കണം. എന്നിട്ടൊരു പോളിത്തീൻ ബാഗ് കൊണ്ട് അതിനെ റാപ്പ് ചെയ്യാം, അത് വീഴാതിരിക്കാൻ വേണ്ടി. കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ടത് കെട്ടി വെക്കാം. സോ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് നോക്കിയാൽ കാണാം, റൂട്ട് വിൽ ബി സ്പ്രൗട്ട് ഓൺ ദിസ് ഏരിയ ലെയറിംഗ് വിത്തിൻ 2 months. Cut the stem just below the area of layering, and this can be planted a flower pot or grow bag. When it start growing, it can be replanted in the soil. Okay, so you can see here the roots are coming. Okay, after കുറച്ച് ദിവസം കഴിഞ്ഞാൽ you can see their roots are coming. So ഇവിടെ ഈ നമ്മൾ ഈ റൂട്ട് വന്നതിന് താഴെ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റിനെ വി ക്യാൻ പ്ലാന്റഡ് ഇൻ ദ ഗ്രോ ബാഗിലോ പോട്ടിലോ ഒക്കെ നടാം. പിന്നെ അത് കുറച്ച് ഗ്രോ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് സോയിലിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യാം. ദിസ് ഈസ് ദ ലെയറിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ലെയറിംഗ് എന്താണെന്ന് നോക്കാം. ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് producing plantlet by cutting and planting the stem of a mother plant after generating root from it. Okay, cutting and planting the stem of a mother plant after generating root from it. അപ്പോൾ ഈ ഒരു ലെയറിംഗ് എന്ന് പറയുന്നത് 2 types ലെയറിംഗ് ഉണ്ട്. സെർപെൻറ്റൈൻ ലെയറിംഗ് ഉണ്ട്, എയർ ലെയറിംഗ് ഉണ്ട്. എയർ ലെയറിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച ഇതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഗുവാവാനെ നമ്മളെന്താണ് മണ്ണിലൊന്നും അല്ല, ഡയറക്റ്റ് മീൻസ് അത് എയറിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ സെർപെൻറ്റൈൻ ലെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻ പ്ലാന്റ് ലൈക്ക് പെപ്പർ ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് എ ലോങ് ബ്രാഞ്ചസ് ഇൻ ദ സോയിൽ ആൻഡ് കവറിംഗ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇൻ്റർവെൽസ് നോട്ട്സ്. In this way, multiple saplings can be produced simultaneously from a single branch. എന്താണ് നമ്മളിപ്പോൾ പെപ്പറിൻ്റെയൊക്കെ ലോങ് ബ്രാഞ്ചസ് ഇല്ലേ, അതിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഓരോ നോട്ട്സിൻ്റെ അവിടെ മണ്ണിൽ ഇങ്ങനെ പൂത്തി വെച്ചാൽ അവിടെ നിന്ന് പുതിയ റൂട്ട്സ് വരും. ഓക്കെ, മണ്ണിങ്ങനെ കുറച്ച് കവറാക്കി കൊടുത്താൽ അപ്പോൾ ആ റൂട്ട്സിൻ്റെ അവിടെ നിന്ന് നമ്മൾക്കത് കട്ടാക്കിയിട്ട് വേറെ ന്യൂ പ്ലാന്റ്സ് ആക്കിയിട്ട് നമുക്ക് വേറെ അത് കൊണ്ടുപോയിട്ട് പ്ലാൻ ചെയ്യാം അല്ലേ നമുക്ക്. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ നമുക്ക് പുതിയ കുറേ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എയർ ലെയറിങ്, സെർപെൻറ്റൈൻ ലെയറിങ് എന്ന് വെച്ചാൽ ഇതാണ്. എയർ ലെയറിങ് എന്ന് വെച്ചാൽ എന്താണ്, എയർ ലെയറിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഗുവാവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ, ആപ്പിൾ, ഫിഗ്, ആൽമണ്ട്, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് റോസിൻ്റെ ഒരു ചെടി ഇങ്ങനെ ചെയ്ത് നോക്കാം. ഒരു മെയിൻ സ്റ്റെമ്മിൽ നിന്ന് അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ബ്രാഞ്ച് എടുത്ത് അതിൻ്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ വെച്ചെടുത്തിട്ട് റൂട്ട് വരുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, സെർപെൻറ്റൈൻ ലെയറിങ്
ബൗഗെയിൻവില്ല, ജാസ്മിൻ, ബെറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തമം ഇതൊക്കെയാണ് സെർപ്പൻറ്റൈൻ ലെയറിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൺസിഡർ സം പെക്യുലാരിറ്റീസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ബൈ ലെയറിങ്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ലെയറിങ്ങിലൂടെ ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ പെക്യുലാരിറ്റീസ് വിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. പോസസ് ദ ക്വാളിറ്റീസ് ഓഫ് എ മദർ പ്ലാന്റ്. മദർ പ്ലാന്റ് നമ്മളിപ്പോൾ നല്ലൊരു മദർ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റീസിലുള്ള സാപ്ലിങ്സ് ആയിരിക്കും അല്ലേ. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. കുറച്ച് സ്മോൾ സൈസും ആയിരിക്കും. നമ്മൾക്ക് അതിൽ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള സ്മോൾ സൈസ് ആയിരിക്കും. ഷോർട്ട് ലൈഫ് സ്പാനും ആയിരിക്കും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പെട്ടെന്ന് കായ്ഫലം തരും. അബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം റിക്വയർ മോർ കെയർ. അബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അതിന് മോർ കെയർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പാർട്ട് 3 അല്ലേ. ഇതിൻ്റെ പാർട്ട് 1 പോർഷൻ കാണാത്തവരെ അതും കണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ആയിട്ട് വീണ്ടും വരിക. So bye from Learn and Grow.